This program showcases physically demanding and potentially dangerous stunts performed by experienced Rancor fighters. Do not attempt to imitate these actions. Enjoy the show, but leave the wrestling to the professionals. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രാഹുൽ വർഗീസ് പടാശ്ശേരി. ഇന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് റാൻകോർ പ്രോ റെസ്ലിംഗിൻ്റെ മറ്റൊരു മാച്ചിലേക്കാണ്. ടെക്സസ് സ്ട്രോമിന് ശേഷം ഫസ്റ്റത്തെ മാച്ചാണ് ഇത് നടക്കാൻ പോകുന്നത്. ഹാർലി വേഴ്സസ് എഡ്വിൻ സണ്ണോ. ഇത് റെഫറി ബെല്ലിന് ആഹ്വാനം ചെയ്തൊരു മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഹാർലിനെ സംബന്ധിച്ച് ഇതൊരു നാഴികക്കല്ല് മാച്ചാണ്. കാരണം കഴിഞ്ഞ ടെക്സസ് സ്ട്രോമിൻ്റെ മെയിൻ ഇവൻറ്റിൽ റെക്സിനാൽ തോൽപ്പിക്കപ്പെട്ട് കേരള ഹെവി ചാമ്പ്യൻഷിപ്പ് നഷ്ടമായിരിക്കുകയാണ് ഹാർലിക്ക്. എഡ്വിനെ സംബന്ധിച്ച് എഡ്വിനായാലും റാൻകോർ പ്രോ റെസ്ലിംഗിൽ ഇത്രയും നാൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റെസ്ലറാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് റെസ്ലേഴ്സും ജയിക്കുന്നു. അവർ റെക്സിൻ്റെ അടുത്തേക്ക് കേരള ഹെവി ചാമ്പ്യൻഷിപ്പിന് ചലഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പായിരിക്കും. ഇതാ ഒരു ടെക്നിക്കൽ മാച്ചിൽ കൂടെ ഒരു നല്ല സബ്മിഷൻസ് മൂവുകൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ മാച്ച് നടക്കുന്നു. ഒരു റിസ്റ്റ് ലോക്ക്, ഇതാ ആ ട്വിസ്റ്റിംഗ് ഫിംഗർ പിടിച്ച് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഇതാ ആ കൈമ തന്നെ ഹാർലി നല്ലപോലെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സബ്മിഷൻ മൂവിലേക്ക് ആയിരിക്കും. നമ്മൾ കണ്ടതാണ് ഹാർലിയുടെ ടൈറ്റിൽ ഡിഫൻസിൽ പലതും. ചിലതൊരു സബ്മിഷൻ വിട്ട് 1-2 കൗണ്ട്. വാവ്, ഒരു പിന്നിങ് അറ്റംപ്റ്റിൽ നിന്ന് ഇതാ എഡ്വിൻ്റെ പിന്നിങ് അറ്റംപ്റ്റ് 1-2 ജസ്റ്റ് 2 കൗണ്ട്. രണ്ട് റെസ്ലേഴ്സും പിന്നിങ് അറ്റംപ്റ്റ്സ്, റോളിംഗ് പിന്നിങ് അറ്റംപ്റ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ പല ഒഫൻസീവ് മൂവ്സും മിസ് ചെയ്തുകൊണ്ട് ഇതാ ഒരു ഫേസ് ഓഫ് നടത്തിയിരിക്കുകയാണ് രണ്ട് റെസ്ലേഴ്സും. ഇതാ ഹാർലി വേഗൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നമുക്ക് ടൈറ്റിൽ ലോസ് ചെയ്തതിൻ്റെ ഫുൾ അഗ്രഷൻ ഈ മാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ അത് ഡക്ക് ചെയ്തുകൊണ്ട് ഇതാ ഒരു ഫൈൻ ചോപ്പ്. ഇതാണ് എഡ്വിൻ്റെ ചോപ്പ്. നമ്മൾ എഡ്വിൻ്റെ ചോപ്സ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഉഴവൂര നടന്നൊരു ഉത്സവത്തിൻ്റെ ഇടയിൽ ഒരു ലൈവ് ഇവൻറ്റിൽ ആ ചോപ്സ് നമ്മളെല്ലാവരും കേരളത്തിലെ എല്ലാ റെസ്ലിംഗ് ഫാൻസ് തന്നെ കണ്ടതാണ്. എഡ്വിൻ്റെ വൺ ഓഫ് ദി ഫൈനസ്റ്റ് ചോപ്പ് ഇൻ പ്രോ റെസ്ലിംഗ്. ആ ചോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഹാർലി ഈ മാച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എഡ്വിൻ സ്വിങ് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ തണ്ടർ ബോംബ് കവർ 1-2 ജസ്റ്റ് 2 കൗണ്ട്. എഡ്വിനെ സംബന്ധിച്ച് വിനീത് ആൻ്റണി ചാമ്പ്യനായിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ചലഞ്ച് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പ് ഇതുവരെയായിട്ടും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. പല പ്രാവശ്യം കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും 2 പ്രാവശ്യം അദ്ദേഹത്തിന് കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റ് വിന്നർ ആവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ മാച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്റ്റണ്ണർ അത് പെട്ടെന്ന് ആ സബ്മിഷൻ മൂവ്, ആ ചോപ്പ് ലോക്ക് ഇട്ടതിൽ നിന്ന് ഒരു സബ്മിഷൻ മൂവ്. വാട്ട് പവർ സ്ലാം. ഹാർലി ഒരു പിന്നിങ് അറ്റംപ്റ്റ് നടന്ന പവർ സ്ലാമിൽ 1-2 ജസ്റ്റ് 2 കൗണ്ട്. ഇതിൽ പല അറ്റംപ്റ്റുകൾ എഡ്വിൻ നടത്തിയെങ്കിലും പക്ഷേ ഒരു യഥാർത്ഥ മുന്നേറ്റം ഹാർലിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് റെസ്ലേഴ്സും റാൻകോർ പ്രോ റെസ്ലിംഗിൽ കുറേ നാളായി ഒരു സൂപ്പർ ലെഗ്സ് കുറേ നാളായി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസ്ലർ. ഹാർലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഇന്ത്യൻ പ്രോ റെസ്ലിംഗിൽ തന്നെ മാറ്റം വരുത്താനാണ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പല ടാലൻറ്റുകളും നമുക്കത് വീണ്ടും അത്രയും സ്ട്രെങ്ത് എടുത്തുകൊണ്ട് ആ സ്ലോ എക്സിക്യൂഷനാണ്, അത്രയും ഇമ്പാക്റ്റ് അദ്ദേഹത്തിൻ്റെ ബോഡിയിലേക്ക് എഡ്വിന് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ആ സൂപ്പർപ്ലെക്സ്. തേർഡ് ടൈം ഇറ്റ്സ് എ ചാം. എഡ്വിൻ അത് സമ്മതിക്കുന്നില്ല. എഡ്വിൻ്റെ വെർട്ടിക്കൽ സൂപ്ലെക്സ്. വാവ്, എഡ്വിൻ ഒരു മുന്നേറ്റത്തിന് മാറ്റം വെച്ചിരിക്കുകയാണ്. രണ്ട് റെസ്ലേഴ്സും വെർട്ടിക്കൽ സൂപ്ലെക്സ് അങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തതിൻ്റെ ഫലമായിട്ടായിരിക്കണം വളരെയധികം പെയിൻ എടുത്തുകൊണ്ട് റിങ്ങിൽ രണ്ട് റെസ്ലേഴ്സും ആര് തന്നെ റെഫറി 10 കൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. രണ്ട് റെസ്ലേഴ്സും പതുക്കനെ എണീറ്റ് വരുന്നു. ഈ പോരാട്ടത്തിൻ്റെ വേദിയിൽ രണ്ട് റെസ്ലേഴ്സും
ആരാണ് മികച്ചതെന്ന് നോക്കാനായിട്ടുള്ള ഒരു തത്രപ്പാടിലാണ്. ഇത് രണ്ടുപേരും ക്ലോസ് ലൈൻ, ആരും തന്നെ ഒന്ന് ബഡ്ജ് ചെയ്യണ പോലില്ല. പുഷ്പയിൽ പറഞ്ഞ താഴത്തില്ലടാ രണ്ടുപേരും. ഇതാ എഡ്വിൻ ഇതാ ഒരു ഫയർമാൻസ് ക്യാരിയിലേക്ക്, ഒരു പൊസിഷനിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇതാ ഹാർലി തുരതുരയുള്ള എൽബോസിൽ നിന്ന് ഇതാ രക്ഷപ്പെട്ടു പോന്നിരിക്കുന്ന പഞ്ചസും ഒരു കിക്സുമായി ഇതാ എഡ്വിൻ ഒരു ക്ലോസ് ലൈൻ, ഫുള്ളി കണക്ഷൻ ആയിട്ടില്ലെങ്കിലും ഇതാ ഹാർലി നിലം പതിച്ചിരിക്കുന്നു. ജസ്റ്റ് 2 കൗണ്ടിൽ ഹാർലി ഇതാ മാച്ചിൽ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇതാ എഡ്വിൻ ഫ്രസ്ട്രേഷൻസ് കാണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ എഡ്വിൻ വളരെയധികം നന്നായി ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഹാർലി ഒരു ഫോമർ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യനാണ്. കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ, ഫോമർ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയതുകൊണ്ട് തന്നെ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എഡ്വിൻ്റെ കരിയറിലെ ഒരു പൊന്തുവൽ തന്നെയാണ് ഫോമർ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യനെ തോൽപ്പിക്കുന്നത്. ഇതാ ഒരു ടോപ്പ് റോപ്പിൽ നിന്ന് ഒരു ക്രോസ് ലൈൻ. ഓ മൈ ഗോഡ്, വാട്ട് എ സ്ട്രെങ്ത്! ഇതാ ഒരു സൂപ്പർ ലെഗ്സ്. ഓ വാവ്, അത്രയും സ്ട്രെങ്ത് എടുത്തുകൊണ്ട് ആ ക്രോസ് ബോഡി ട്രാൻസിഷൻ ചെയ്തിരിക്കുകയാണ് ഹാർലി. ഇതാ വീണ്ടും ഒരു പവർ സ്ലാം. ഹാർലി ഇതാ പെട്ടെന്ന് ഒരു ടൈം എടുത്തുകൊണ്ട് ഒരു 2 കൗണ്ട് നടത്തിയിരിക്കുന്നു. അത് കറക്റ്റ്, അത് ഒരു കുറച്ച് ഓവർ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പെട്ടെന്ന് കൗണ്ട് ചെയ്യാണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് എഡ്വിനെ നിസ്സാരക്കാരനായിട്ട് കാണുകയാണ് ഹാർലി. അത് എഡ്വിൻ മുതലെടുക്കുകയോ ഇല്ലയോ എന്നറിയില്ല. നമ്മൾ ഹാർലിയുടെ കുറേ പവർ മൂവുകൾ, ഫിനിഷിംഗ് മൂവ് ആയിരിക്കും ചിലപ്പോൾ കോൾ ചെയ്തിട്ടുണ്ടാവുക. ഇതാ എഡ്വിൻ അതിൽ നിന്ന് ഒരു നെക്ക് ബ്രേക്കർ. എഡ്വിനും അത് കുറച്ച് ഇമ്പാക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാലും എഡ്വിൻ ഇതാ ഒരു പിന്നിങ് അറ്റം നടത്തിയിരിക്കുന്നു. ഇതാ 2 റെസ്ലേഴ്സും റിങ്ങിൻ്റെ നടുവിൽ തന്നെ നിന്നുകൊണ്ട് ഇതാ എഡ്വിൻ നീ സ്ട്രൈക്സ് നടത്തിയിരിക്കുന്നു. ഇതാ പവർ പഞ്ചസ് പോലെയുള്ള കുറച്ച് പഞ്ചസ് ഹാർലി ഇതാ കൊടുത്തു. ഇതാണ് വീണ്ടും ഒരു പവർ സ്ലാം അറ്റംപ്റ്റ് ആയിരിക്കണം. ഇതാ എഡ്വിൻ്റെ ഒരു പവർ സ്ലാം. ഈ മാച്ചിലുടനീളം നമ്മൾ കണ്ടതാണ് ഹാർലിയുടെ കുറേ പവർ സ്ലാംസ്. ഇതാ എഡ്വിൻ അത് തിരിച്ച് ഒരു പവർ സ്ലാം കൊടുത്തിരിക്കുകയാണ്. ഇതാ എഡ്വിൻ എന്തോ ഒരു റണ്ണിങ് നീ ആണോ? ഓ, റണ്ണിങ് നീ. 1 2 and 3. എഡ്വിൻ ഇതാ ഹാർലി വേഗനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഹാർലി ഭയങ്കര നിസ്സാരക്കാരനായിട്ട് കണ്ടു എഡ്വിനെ. പല അറ്റംപ്റ്റുകൾ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് നടത്തിയ ഒരു വ്യക്തിയാണ് എഡ്വിൻ. ഇത് അവസാനം ഫോമർ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഹാർലിയെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ എഡ്വിൻ മുന്നേറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ റെക്സുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ മാച്ചിൽ നമ്മൾ എഡ്വിനെ കാണാവുന്നതാണ്. ഇത് ആ മാച്ചിൻ്റെ ഹൈലൈറ്റ്സ്. ഇത് ബ്ലൂ തണ്ടർ ബോംബ് എഡ്വിൻ എക്സിക്യൂട്ട് ചെയ്ത ഒരു ഹൈലൈറ്റാണ് ഇത് കാണുന്നത്. റെക്സിൻ്റെ ഒരു നെക്സ്റ്റ് എതിരാളി എന്ന് പറയാൻ ഇതാ എഡ്വിൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ ഹാർലിയുടെ ഫ്യൂച്ചർ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് തോറ്റിരിക്കുന്നു. ഇതാ അടുത്ത മാച്ച് അടുപ്പിച്ചത് സെക്കൻഡ് മാച്ച് തോറ്റിരിക്കുകയാണ് ഹാർലി എഡ്വിനുമായിട്ട്. ഈ വെർട്ടിക്കൽ സൂപ്ലെക്സ് അത് അത്രയും പവർ കൊടുത്ത് അത്രയും ടൈം എടുത്തുകൊണ്ട് നല്ല രീതിയിലേക്ക് ഹാർലി എക്സിക്യൂട്ട് ചെയ്ത് ഇത് 3ാമത്തെ അറ്റംപ്റ്റ്. അത് എഡ്വിൻ കൊതറി മാറിക്കൊണ്ട് അവൻ്റേതായിട്ട് തന്നെയുള്ളൊരു വെർട്ടിക്കൽ സൂപ്ലെക്സ് ചെയ്തിരിക്കുന്നു. എന്ത് തന്നെയായാലും കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്, കേരളത്തിലെ സ്വന്തം പ്രോ റെസ്ലിംഗ് ആയിട്ടുള്ള റാൻകോർ പ്രോ റെസ്ലിംഗിൻ്റെ മേജർ ചാമ്പ്യൻഷിപ്പ്, കേരളത്തിലെ ഏക പ്രോ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ആയിട്ടുള്ള കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്കുള്ള എഡ്വിൻ്റെ തേരോട്ടം ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ മാച്ചെല്ലാം വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ കേരള ഹെവി വെയ്റ്റ് ചാമ്പ്യൻ റെക്സ്, ദി ഹാർഡ് കോർ കിങ്, ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഒപ്പോണൻ്റ് ആരായിരിക്കുമെന്നായിരിക്കും അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാവരും റാൻകോർ പ്രോ റെസ്ലിംഗിൻ്റെ മാച്ച് മേക്കിംഗ് കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കുക എഡ്വിൻ മാച്ച് ചെയ്യണമോ വേണ്ടയോ എന്ന്. എന്നിരുന്നാൽ തന്നെ ഇതാ ആ ഒരു പവർ, ആ ക്രോസ് ബോഡി അത് ക്യാപ്ചർ ചെയ്തുകൊണ്ട് ഒരു സൂപ്പർ ലെഗ്സ് ചെയ്തിരിക്കുകയാണ് ഹാർലി. ഇതാ പല ആംഗിളുകളിൽ നിന്ന് അതൊരു അത്ര നല്ല സ്ട്രെങ്ത്തും റെസ്ലിംഗ് ഐക്യമുള്ള ഒരാൾക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റുക. അത്
ഇതാ സൈക്കോ നീ കണക്ഷൻ, ദി റണ്ണിങ് നീ, കിം ഷാസ, നമ്മൾ കാനബ്രീൻ കാര്യം നമ്മൾ കണ്ടത് ഇൻസ്പയർ ആയിട്ടായിരിക്കണം എഡ്വിനെയും ഫിനിഷർ എടുത്തിരിക്കുന്നത്. അത് ഫസ്റ്റ് കണക്ഷൻ തന്നെ ഇതാ അദ്ദേഹത്തിൻ്റെ വിക്ടറിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. കിങ് ഓഫ് മലബാർ ടൂർണമെൻറ്റിൽ ക്വാളിഫയർ മാച്ച് ഫൈനൽ വരെ എത്തിയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ലാൻഡ്മാർക്ക് വിക്ടറി എന്ന് പറയാവുന്ന മാച്ച് വിക്ടറിയാണിത്. എഡ്വിൻ ഹാർലിനെ തോൽപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഹാപ്പി പ്രോ റെസ്ലിംഗ് എവരി വൺ. താങ്ക് യു ഫോർ വാച്ചിങ്.